علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. അൽഹംദുലില്ലാഹ്. ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന കർമ്മശാസ്ത്ര അടിസ്ഥാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട തുടർ പഠന ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഈ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ജീവിച്ചു മരണപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമത്തുൽ ഖസീം എന്ന് അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ അൽ മൻദൂമ വശർഹുഹ എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയാണ് നാം ഈ ക്ലാസ് എടുക്കുന്നത്. ഫിഖ്ഹിയായ ഖാഇദകൾ, അടിസ്ഥാന നിയമങ്ങളെ, തത്വങ്ങളെ അടിസ്ഥാനമാക്കി അദ്ദേഹം രചിച്ച കാവ്യമാണ് മൻദൂമ. അതിന് അദ്ദേഹം തന്നെ എഴുതിയ ശറഹുമാണ്. അതടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ക്ലാസ്. ഇന്നലത്തെ ക്ലാസ്സിൽ അദ്ദേഹം ആമുഖമായി പറഞ്ഞ 10 ബൈത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഹംദ്, സ്വലാത്ത്, സലാം, അതുപോലെ ആമുഖം, ഖവാഇദ് പഠിക്കണം എന്ന ആമുഖവും ഈ കിതാബിൻ്റെ ഒരാമുഖവും, അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. ശേഷം ഒന്നാമത്തെ ഖാഇദ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് അടിസ്ഥാനമാക്കി നിയ്യത്ത് ഷർത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ ഖാഇദയും നമ്മൾ ഇന്നലെ വിശദീകരിക്കുകയുണ്ടായി. ഇനി നമുക്കെടുക്കാനുള്ളത് രണ്ടാമത്തെ ഖാഇദയാണ്. ഒന്നാമത്തെ ഖാഇദ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ പ്രയോഗം നിയ്യത്തുനാ ശർത്തുൻ ലിസാഇരിൽ അമൽ ബിഹസ്സലാഹു വൽ ഫസാദു ലിൽ അമൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വചനം. അഥവാ നിയ്യത്ത് ഷർത്താണ് എല്ലാ അമലിനും. ആ നിയ്യത്ത് പ്രകാരമാണ് ഒരു അമൽ സ്വഹീഹ് എന്നും ഫാസിദ് എന്നും വിധി എഴുതാൻ കഴിയുക എന്നതാണ് ഒന്നാമത്തെ വിഷയത്തിലുള്ള വരി, അഥവാ 11ാമത്തെ ബൈത്ത്. അത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു. ഈ രണ്ടാമത്തെ ഖാഇദ അദ്ദേഹം പറയുന്നത് അദ്ദീനു മബ്നിയുൻ അലൽ മസാലിഹി ഫീ ജൽബിഹാ വദ്ദർഹി ലിൽ ഖബാഇഹി എന്നാണ്. അദ്ദീനു മബ്നിയുൻ അലൽ മസാലിഹി ഫീ ജൽബിഹാ വദ്ദർഹി ലിൽ ഖബാഇഹി. അഥവാ ഒന്നാമത്തെ ഖാഇദക്ക് ശേഷം രണ്ടാമത്തെ ഖാഇദ, ദീന് എല്ലാം നിലനിൽക്കുന്നത് മസ്ലഹത്തുകളിലാണ് എന്നാണ്. അദ്ദീനു മബ്നിയുൻ അലൽ മസാലിഹി, മതം സ്ഥാപിക്കപ്പെട്ടു തന്നെ, ഇസ്ലാം ദീൻ എന്നത് സ്ഥാപിക്കപ്പെട്ടു തന്നെ മസ്ലഹത്തുകളെ പരിഗണിക്കുക എന്ന തത്വത്തിലാണ്. അതിൽ മസാലിഹി, മസ്ലഹത്തുകൾ, നന്മകൾ, മേന്മകൾ, ആളുകളുടെ, സമുദായത്തിൻ്റെ, മനുഷ്യരുടെ നന്മകൾക്കാണ് ഈ ദീനിലെ എല്ലാ നിയമങ്ങളും സ്ഥാപിച്ചത്. ഫീ ജൽബിഹ, ആ നന്മകൾ നേടിയെടുക്കാനാണ്. വദ്ദർഇ ലിൽ ഖബാഇഹി എന്ന പോലെ ദോഷങ്ങളെ, മ്ലേച്ഛമായവയെ, മോശമായവയെ ഇല്ലാതാക്കുക, അതാണ് ദീനിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. ഇസ്ലാം ദീൻ എന്നത് അല്ലാഹു തആല നിശ്ചയിച്ചത് തന്നെ, അതിലെ എല്ലാ നിയമങ്ങളും അല്ലാഹു തആല നിയമമാക്കിയത് തന്നെ ഈ ഒരു ഉദ്ദേശത്തിലാണ്. ഒന്ന് ജൽബുൽ മസാലിഹ്, മറുവശം ദർഉൽ മഫാസിദ്. ഒന്ന് മസ്ലഹത്തുകളെ യാഥാർത്ഥ്യമാക്കുക, സ്ഥാപിക്കുക. ദർഉൽ മഫാസിദ്, മഫ്സദത്തുകളെ ഇല്ലാതാക്കുക. എല്ലാ നേട്ടങ്ങളെയും സ്ഥാപിക്കുക, എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുക. ഇതാണ് ദീനിൻ്റെ അടിസ്ഥാനം. ഇസ്ലാം ദീൻ എന്തിന് എന്ന് ചോദിച്ചാൽ, ദോഷമുക്തമായ സമൂഹം ലോകത്തുണ്ടാകണം, എല്ലാ നന്മകളും ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹമുണ്ടാകണം. അത് സമൂഹത്തിനാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും എല്ലാം നന്മകളാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ദോഷമില്ലാതാകാൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഇതിനാണ് ഈ ദീൻ സ്ഥാപിതമായതു തന്നെ. മസ്ലഹത്തുകൾ, അടിമകളുടെ എല്ലാ മസ്ലഹത്തും, മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ ആജില എന്ന് മറ്റൊരു പ്രയോഗത്തിൽ പറയാം. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ മസ്ലഹത്തുകളും, അല്ലെങ്കിൽ ദുന്യവിയ്യ വൽ ഉഖ്റവിയ്യ, മസാലിഹുൽ ഇബാദ് അദ്ദുന്യവിയ്യ വൽ ഉഖ്റവിയ്യ എന്നോ അൽ ആജില വൽ ആജില എന്നോ പണ്ഡിതന്മാർ പ്രയോഗിക്കാറുണ്ട്.
അഥവാ മനുഷ്യർക്ക് ദുന്യാവിലുള്ള മസ്ലഹത്തുകൾ, ആഖിറത്തുള്ള മസ്ലഹത്തുകൾ അത് സ്ഥാപിക്കുവാനാണ് ദീൻ. ദുനിയാവിലുള്ള മഫ്സദത്തുകൾ, ആഖിറത്തുള്ള മഫ്സദത്തുകൾ അത് ഇല്ലാതാക്കുവാനാണ് ദീൻ. അപ്പൊ എന്തിനാണ് ഇസ്ലാമിൽ കുറെ നിയമങ്ങൾ? അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് കാണാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് നിയമങ്ങൾ മതത്തിലുണ്ട്. ഇതൊന്നും മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാനല്ല. ഈ നിയമങ്ങളെല്ലാം വെച്ചത് മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയാണ്, ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അവർക്ക് ദോഷമില്ലാതിരിക്കാൻ വേണ്ടിയാണ് എന്നത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന നിയമമാകുന്നു. അതല്ലാത്തൊരു ഒരു നിയമം ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല. ദോഷം മാത്രമുള്ളൊരു കാര്യം മതത്തിലില്ല. ഒരു നന്മയും ഇല്ലാത്ത നിയമം അത് മതത്തിലില്ല. സാമ്പത്തിക രംഗത്താവട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, സാമൂഹ്യ ബന്ധത്തിലാവട്ടെ, ഇടപാടുകളിലാവട്ടെ, വിശ്വാസരംഗത്താവട്ടെ, ജിഹാദും കിതാലും അടക്കമുള്ള ഏത് വിഷയമെടുത്താൽ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജടക്കം ഏതെടുത്താലും അതിലെല്ലാം അള്ളാഹു നിശ്ചയിച്ചത് മനുഷ്യരുടെ ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾ സംരക്ഷിക്കലും സ്ഥാപിക്കലുമാണ്, ദോഷങ്ങൾ ഇല്ലാതാക്കലാണ് എന്ന് ദീനിൻ്റെ ഒരു അടിസ്ഥാനമാകുന്നു. അതുകൊണ്ട് അതിന് ഉപയുക്തമായ നിയമങ്ങൾ മതത്തിലുണ്ടാവും. അതാണ് രണ്ടാമത്തെ അസ്ൽ. ശേഷം അത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഈദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഹാദൽ അസ്ലുൽ അളീം വൽ ഖാഇദത്തുൽ ആമ്മ യദ്ഖുലു ഫീഹാ അദ്ദീനു കുല്ലുഹു. മതം മുഴുവനും ഇതിൽ ഉൾപ്പെട്ടത്. എല്ലാം ദീനിൻ്റെ ഏതെടുത്താലും ഈ ഖാഇദയിൽ അത് ഉൾപ്പെടുന്നു. വിശ്വാസമാകട്ടെ, കർമ്മമാകട്ടെ, മറ്റൊന്ന് അധ്യാപനങ്ങളാവട്ടെ, ഹറാമ ഹലാലുകളാവട്ടെ, ഏതെടുത്താലും അത് മുഴുവനും ഈ ഖാഇദന്റെ കീഴിലാണ് വരുന്നത്. ഫകുല്ലുഹു മബ്നിയുൻ അലാ തഹ്സീലിൽ മസാലിഹി ഫിദ്ദീനി വദ്ദുന്യാ വൽ ആഖിറ വഅലാ ദഫ്ഇൽ മദാരി ഫിദ്ദീനി വദ്ദുന്യാ വൽ ആഖിറ. മുഴുവൻ നിയമങ്ങളും സ്ഥാപിതമായത് ദുന്യവിയായ മസ്ലഹത്തുകൾ, നേട്ടങ്ങൾ, ദീനിയായ നേട്ടങ്ങൾ, ഉഖവിയായ നേട്ടങ്ങൾ, ആഖിറത്തെ നേട്ടങ്ങൾ ഇത് സ്ഥാപിതമാകാനാണ്, ഇത് സംരക്ഷിക്കുവാനാണ്. ഇവിടെയെല്ലാമുള്ള ദോഷങ്ങളെ, കോട്ടങ്ങളെ, കുറവുകളെ, പോരായ്മകളെ ഇല്ലാതാക്കുവാനുമാണ് മതത്തിലെ മുഴുവൻ നിയമങ്ങളും. ഫമാ അമറല്ലാഹു മിൻ ബിശൈഇൻ ഇല്ലാ വഫീഹി മിനൽ മസാലിഹി മാ ലാ യുഹീതു ബിഹിൽ വസ്ഫ്. അല്ലാഹു കൽപ്പിച്ച ഏതു കാര്യമെടുത്താലും വിശേഷിപ്പിക്കാനാവാത്തത്ര മസ്ലഹത്തുകൾ അതെല്ലാം ഉണ്ട്. അല്ലാഹു വിലക്കിയ ഏത് കാര്യമെടുത്താലും ശരി, ഇല്ലാ വഫീഹി മിനൽ മഫാസിദി മാ ലാ യുഹീതു ബിഹിൽ വസ്ഫ്. പറഞ്ഞറിയിക്കാനാവാത്തത്ര മഫ്സദത്തുകൾ, ദോഷങ്ങൾ അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഒരു കാര്യം അത് ഹറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും. ഒരു കാര്യം കറാഹത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പോലും ഒരുപാട് ദോഷങ്ങളുണ്ടാവും. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഖാഇദ, അടിസ്ഥാന തത്വം. അതാണ്. അതുകൊണ്ട് ഈ മസ്ലഹത്ത് മാറി ഒരു നാട്ടിൽ ഒരു മഫ്സദത്ത് വന്നാലോ, അപ്പം നിയമം മാറും. ഇവിടെ ഒരു നാട്ടിൽ മഫ്സദത്തുണ്ട്, ആ മഫ്സദത്തിന് ദീന് പരിഗണിക്കുന്നു. അപ്പം ആ മഫ്സദത്ത് ഇല്ലാതാക്കാൻ മറ്റൊരു മസ്ലഹത്ത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. അതാണ് ദീനിൻ്റെ സവിശേഷത. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് കാലോചിതമായി ഗവേഷണം ചെയ്യാൻ കഴിയുന്നത്. ഏത് സാഹചര്യം വന്നാലും അവിടെ നിയമം പറയാൻ കഴിയുന്നത് കൊണ്ടാണ്, ഈ തത്വമുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ലോകത്ത് മുഴുവനും കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ പള്ളി പൂട്ടിയിട്ട് നിസ്കാരമില്ല, ജുമുഅയില്ല, ഒരുപാട് രംഗത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അപ്പം അത് പാടുണ്ടോ ഇല്ലേ എന്ന് ലോകത്തെ പണ്ഡിതന്മാർക്ക് പറയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഖാഇദയാണ് അവിടെ അപ്ലൈ ചെയ്തത്. പള്ളി ജമാഅത്ത് പോലെ നിർബന്ധമല്ലേ, ജുമുഅക്ക് പോലെ നിർബന്ധമല്ലേ? നിർബന്ധമാണ്. എന്തുകൊണ്ട് നിർബന്ധമായി? അത് മസ്ലഹത്താണ്. എന്നാൽ ആ സമയത്ത് ജുമുഅക്ക് വന്നാലും മറ്റൊരു ദോഷമുണ്ട്, ഒരു മഫ്സദത്തുണ്ട്. അപ്പം ഈ മസ്ലഹത്ത് ഇപ്പുറത്തുണ്ട്, ഒരു മഫ്സദത്ത് അപ്പുറത്തുമുണ്ട്. ഇല്ല, ആ മഫ്സദത്തിനെ ഇല്ലാതാക്കണം. ഈ മസ്ലഹത്ത് മുടങ്ങിയാലും വേണ്ടില്ല, ആ മഫ്സദത്ത് ഉണ്ടാകാൻ പറ്റില്ല. അപ്പം തൽക്കാലം ജുമുഅക്ക് വേണ്ട, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് ലോകത്തെ പണ്ഡിതന്മാർ മൊത്തം ഫത്വ കൊടുത്തു. ഈ ഖാഇദയാണ് അവിടെ പരിഗണിച്ചത്. അപ്പം ദീനിൽ ഏതു കാലത്തും ഉണ്ടായിരുന്ന ഏതു കാര്യങ്ങൾക്കും ഇസ്ലാമിൽ നിയമമുണ്ട്. അതൊരു പക്ഷെ അങ്ങനെ തന്നെ ഹദീസിലൊന്നുണ്ടാവില്ല, ആയത്തിലൊന്നുണ്ടാവില്ല. പക്ഷെ അതിലേക്കെല്ലാം വെളിച്ചം ഈ ഖാഇദ നൽകുന്നു. ദീന് മൊത്തം സ്ഥാപിതമായത് ജൽബുൽ മസാലിഹി വദർഉൽ മഫാസിദി എന്ന തത്വത്തിലാണ്. മസ്ലഹത്തുകളെ യാഥാർത്ഥ്യമാക്കുക, അത് ഉണ്ടാകുക, അത് സംരക്ഷിക്കുക. സ്ഥാപിക്കലും സംരക്ഷിക്കലും രണ്ടും ഉണ്ടാവും. മസ്ലഹത്ത് സ്ഥാപിക്കലുമുണ്ട്, സംരക്ഷിക്കലുമുണ്ട്. മഫ്സദത്ത് ദഫ്അ ചെയ്യാം, ഇല്ലാതാക്കലുമുണ്ട്. ഇതാണ് ദീനിൻ്റെ
അടിസ്ഥാനം മുഴുവനും. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച കൽപ്പിച്ച ഏതു കാര്യമുണ്ടോ അതിലെല്ലാം മസ്ലഹത്തുകൾ പരിഗണിച്ചിട്ടുണ്ട്. ഇസ്ലാം വേണ്ടെന്നു പറഞ്ഞ വിലക്കിയ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മഫ്സത്തുകളും ധാരാളമുണ്ട്. ശേഷം ശൈഖ് റഹിമഹുല്ലാഹ് ഓരോന്ന് വിശദീകരിക്കാൻ, ഉദാഹരണമായി ഇസ്ലാമിന്റെ വിശ്വാസം തൗഹീദ്, അതിന് നേരെ വിപരീതമായ ശിർക്ക്. ആ തൗഹീദിൽ ധാരാളം മസ്ലഹത്തുകളുണ്ട്. ശിർക്കിലോ എമ്പാടും ദോഷങ്ങൾ മഫ്സത്തുകൾ ഉണ്ട്. താനും ദുനിയാവിലുണ്ട്, ആഖിറത്തിലുണ്ട്, ഖൽബിലുണ്ട്, ബദൻ ശരീരത്തിലുണ്ട്. എല്ലാ അർത്ഥത്തിലുമുള്ള മസ്ലഹത്ത് ഉൾക്കൊള്ളാണ് തൗഹീദ്. മനുഷ്യന്റെ മനസ്സിന് സമാധാനമേകുന്ന വിശ്വാസം തൗഹീദാണ്. ഒരുപാട് ദൈവങ്ങളെ സ്വീകരിക്കലും ഒരു ദൈവത്തെ സ്വീകരിക്കലും മനുഷ്യൻ സമാധാനം നൽകുന്ന ആശയമേതാ? ഒറ്റ ദൈവത്തെ സ്വീകരിക്കലാണ്. എല്ലാവരും പേടിച്ച്, എല്ലാവരും പ്രയാസപ്പെട്ട്, എല്ലാവരും ആശങ്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളേറെ ഒരുത്തനെ മാത്രം പേടിച്ച് ജീവിക്കുക, അതിലുള്ള മസ്ലഹത്ത് വല്ലാത്തതാണ്. അതിലുള്ള സമാധാനം സവിശേഷമാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിൽ അതുണ്ട്. ഇസ്ലാമിലേക്ക് ശിർക്കിൽ മറുവശമുണ്ട്. ശൈഖ് പറയാം, വകുല്ലു ശർരിൻ ഫിദ്ദുനിയാ വൽ ആഖിറ ഫഹുവ മിൻ സമറാത്തി ശിർക്ക്. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എന്തെല്ലാം ശർറുണ്ടോ അതെല്ലാം ശിർക്കിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ആത്മീയ ചൂഷണങ്ങൾ ശിർക്കുണ്ടാകുമ്പോഴേ ആത്മീയ ചൂഷണമുണ്ട്. മതത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങൾ ശിർക്കുണ്ടെങ്കിലേ ഉള്ളൂ. തൗഹീദുള്ളയിടത്ത് അന്ധവിശ്വാസമില്ല, ശിർക്കുള്ളയിടത്ത് അന്ധവിശ്വാസമുണ്ടാകും. അന്ധവിശ്വാസത്തിന്റെ പേരിൽ സാമ്പത്തിക ചൂഷണമുണ്ട്, ലൈംഗിക ചൂഷണമുണ്ട്, കൊലപാതകം വരെയുണ്ട്. ഇതെല്ലാം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ശിർക്കുണ്ടായത് കൊണ്ടാണ്. ആളുകളെ പണം അന്യായമായി അപഹരിക്കൽ വരുന്നുണ്ട്, സാമ്പത്തിക ചൂഷണമുണ്ട്. എന്തുകൊണ്ട്? ശിർക്കുള്ളത് കൊണ്ടാണ്. ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ ശർറും, ആഖിറത്തിൽ നരകമുണ്ട്. നരകം ആർക്കാ? ഒന്നാമതായി ശിർക്കിന്റെ ആളുകൾക്കാണ്. വിചാരണ, ആ വിചാരണയിൽ പോലും, ശഫാഅത്തിന് പോലും, സിറാത്തിന് പോലുമുള്ള ദോഷങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ആരാ? ശിർക്കുള്ളവനാണ്. അതാണ് വകുല്ലു ശർറിൻ ഫിദ്ദുനിയാ വൽ ആഖിറ ഫഹുവ മിൻ സമറാത്തി ശിർക്ക്. ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ ശർറുകളും അത് ശിർക്കിന്റെ ബൈ പ്രൊഡക്റ്റാണ്, ശിർക്കിന്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹ് ഏറ്റവും വലിയ പാപമായി ശിർക്കിനെ വെച്ചു. ഏറ്റവും വലിയ പാപം ശിർക്ക്. എന്തുകൊണ്ട്? ഏറ്റവും വലിയ ശർറ് ശിർക്ക് കൊണ്ടുണ്ടാകുന്നത്. അല്ലാത്ത പാപങ്ങൾ ഒരു പക്ഷേ ദുനിയാവിൽ മാത്രമേ ശർറുണ്ടാവുള്ളൂ, ചിലത് ആഖിറത്തിൽ മാത്രമേ ശർറുണ്ടാവുള്ളൂ, ചിലത് ഖൽബിന് മാത്രമേ ശർറുണ്ടാവുള്ളൂ, ചിലത് ശരീരത്തിന് മാത്രമേ ശർറുണ്ടാവുള്ളൂ. എന്നാൽ ശിർക്ക് കൊണ്ട് ഖൽബിലും ശർറുണ്ട്, ശരീരത്തിലും ശർറുണ്ട്, ദുനിയാവിലും ശർറുണ്ട്, ആഖിറത്തിലും ശർറുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാ ശർറുകളും, ഇതിൻ്റെ നേക്കുന്ന ശർറ് മാത്രമല്ല, ഇതിൻ്റെ സൈഡായി വിടുന്ന 100,000 ശർറുകൾ. അപ്പൊ എല്ലാ ശർറും ഫകുല്ലു ശർരിൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമുള്ള മുഴുവൻ ശർറുകളും ഫഹുവ മിൻ സമറാത്തി ശിർക്ക്, ശിർക്കിന്റെ സമറത്താണ്, ശിർക്കിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ പാപം ശിർക്ക്. അല്ലാഹ് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞു. നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ്, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാണ്, ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്, ശഫാഅത്ത് പോലും നിഷേധിക്കപ്പെടുന്ന കാര്യമാണ്, അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന പോലും സ്വീകാര്യമല്ല എന്നൊക്കെ പറയാൻ മാത്രമുള്ള ഒരു ഗൗരവത്തിൽ ശിർക്ക് നിശ്ചയിക്കാൻ കാരണം ഇതാണ്. മുഴുവൻ ശർറുകളുടെയും അടിസ്ഥാന സ്രോതസ് അത് ശിർക്കാകും. എല്ലാ ഖൈറുകളുടെയും അടിസ്ഥാന സ്രോതസ് തൗഹീദാകും. സ്വർഗമുള്ളത് തൗഹീദുള്ളവർക്കാണ്, ദുനിയാവിൽ സമാധാനമുള്ളത് തൗഹീദുള്ളവർക്കാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് ചോദിച്ചല്ലോ, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, ശിർക്ക് ചെയ്ത നിങ്ങൾക്കാണോ തൗഹീദുള്ള എനിക്കാണോ നിർഭയത്വത്തിന് അവകാശമുള്ളതെന്നാണ്. ഒന്നിനെയും പേടിക്കേണ്ട, ഒരാളെയും പേടിക്കേണ്ട, ഒരു സൃഷ്ടിയും ഭയപ്പെടേണ്ട. എൻ്റെ സൃഷ്ടാവിനെ മാത്രം ഭയപ്പെട്ട്, എൻ്റെ സൃഷ്ടാവിനോട് മാത്രം പ്രാർത്ഥിച്ച്, എൻ്റെ സൃഷ്ടാവിനെ മാത്രമാണ് ആഗ്രഹിച്ച് ജീവിക്കുക. അതിലും വലിയ ഖൈറ്, അതിലും വലിയ സംതൃപ്തി, അതിലും വലിയ സമാധാനം, അതിലും വലിയ ഒരു നിർഭയത്വം മറ്റെവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഖൈർ തൗഹീദ്, ഏറ്റവും വലിയ ശർറ് ശിർക്ക്. അവിടെ അല്ലാഹ് ഒന്നാമതായി കൽപ്പിച്ചത് തൗഹീദിന്റെ കാര്യമാണ്, ഒന്നാമതായി വിലക്കിയത് ശിർക്കിന്റെ കാര്യവുമാണ്. ഇതിന്റെ താഴെയാണ് ബാക്കി മുഴുവനും. ومما امر الله به الصلاه والزكاه والصيام والحج. അല്ലാഹു കൽപ്പിച്ച നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാം അതിനൊക്കെ ഫായിദകൾ, പ്രയോജനങ്ങൾ ധാരാളമാണ്.
ദുന്യവിയായി പ്രയോജനമുണ്ട്, ഉഖ്റവിയായി പ്രയോജനമുണ്ട്. ഇൻഷിറാഹു സ്വദർ, ഒരു മനസ്സിന്റെ വിശാലത, ഒരു നൂറ് പ്രകാശം. വസവാദുൽ ഹുമൂമി വഗുമൂമുഹു, എല്ലാ ടെൻഷനുകളും പ്രയാസങ്ങളും ഇല്ലാതാവുക തുടങ്ങി. നശാത്തുൽ ബദനി, ശരീരത്തിന് ഒരു ഉന്മേഷമുണ്ടാവുക. സഅത്തുൽ റിസ്ക് വിശാലമാവുക, മുഅ്മിനീങ്ങൾക്ക് സ്നേഹമുണ്ടാവുക തുടങ്ങി എത്രയെത്ര നേട്ടങ്ങളാണ് ഈ നന്മകൾ വഴി ഉണ്ടാവുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, നിസ്കാരം മനുഷ്യനെ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു, നോമ്പ് മനുഷ്യന് തഖ്വയുള്ളവനാക്കി മാറ്റുന്നു, സ്വതക്ക മനുഷ്യന് പരസ്പരമുള്ള ബന്ധങ്ങളിൽ മറ്റുള്ളവന്റെ പ്രയാസമറിയുന്നതിൽ സഹായിക്കുന്നതിൽ അവന് പ്രചോദനമേകുന്നു. ഇങ്ങനെ തുടങ്ങി ധാരാളം നന്മകൾ ഇതെല്ലാം ദുന്യാവിൽ തന്നെയുണ്ട്, ആഖിറത്തിൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കാനുമുണ്ട്. അതുപോലെ തന്നെയാണ് സാമൂഹ്യമായി ചെയ്യാൻ കൽപ്പിച്ച ഇബാദത്തുകൾ. ജുമുഅ പോലെ, പെരുന്നാൾ പോലെ പ്രത്യേകമായി ഒരുമിച്ച് കൂടാൻ പറഞ്ഞ സന്ദർഭങ്ങൾ. ഹജ്ജിന് എല്ലാവരും മക്കയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം നിസ്കാരം ലോകത്തെവിടെയും പറ്റുമല്ലോ എന്ന പോലെ വേണി അള്ളാഹു തആല നിശ്ചയിച്ചൂടെ? ഹജ്ജ് ലോകത്തെവിടെയും പറ്റും നിശ്ചയിച്ചൂടെ? നിശ്ചയിക്കാമല്ലോ. നിസ്കാരം എവിടെയും പറ്റുമെന്ന് പറഞ്ഞ പോലെ ഹജ്ജ് എവിടെയും ചെയ്യാമെന്ന് അള്ളാഹ് പറഞ്ഞാൽ നമ്മൾ ചെയ്തൂടെ? എന്തിനാണ് ഇപ്പം ഹജ്ജിന് എല്ലാവരും അവിടേക്ക് വരണം, ലക്ഷങ്ങൾ സംഗമിക്കണം, ഒന്നിച്ചുകൂടി ചെയ്യേണ്ട കുറെ ഇബാദത്തുകൾ എന്തിനാ അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചത്? ഒരുമിച്ച് കൂടുക വഴി നേടേണ്ട കുറെ ഖൈറുകളുണ്ട്, അതിന് പഠിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്, അതിന് ലഭിക്കുന്ന കുറെ ജീവിത അനുഭവങ്ങളുണ്ട്. അത് ഒറ്റക്ക് ചെയ്താൽ കിട്ടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. എന്നാൽ ഒറ്റക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന വേറെ കുറെ ഖൈറുകളുണ്ട്, അത് പരമാവധി സ്വകാര്യമായി ചെയ്യാനും പറഞ്ഞു. അവിടെ സംഗമിക്കാൻ പറഞ്ഞില്ല, പരസ്യപ്പെടുത്താൻ പറഞ്ഞില്ല, അവിടെ സ്വകാര്യമാക്കാനും പറഞ്ഞു. അപ്പം അല്ലാഹു തആല ചില അമലുകളെ സാമൂഹ്യമായി ചെയ്യാൻ നിശ്ചയിച്ചു, ചിലത് സ്വകാര്യമായി ചെയ്യാൻ നിശ്ചയിച്ചു. ഇതിലൊക്കെ ധാരാളം നന്മകളുണ്ട്. ഇനി കച്ചവടങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചു. കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, കടം കൊടുക്കാൻ പറഞ്ഞു, പണയം പറ്റുമെന്ന് പറഞ്ഞു, അതേപോലെ വായ്പ പറ്റുമെന്ന് പറഞ്ഞു, വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ വസ്തുവിന് പോലും നിയമങ്ങൾ പറഞ്ഞു, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ പോലും കുലിയുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇസ്ലാം നിശ്ചയിച്ചെന്തിനാ? ഇതൊക്കെയുണ്ട് മസ്ലഹത്തുകൾ. അതാണ് ജൽബുൽ മസ്വാലിഹ്, മസ്ലഹത്തുകളെ നേടുക. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഏതൊക്കെ നന്മകൾ ദുന്യവിയായോ ഉഖ്റവിയായോ ഉണ്ടോ ആ നന്മകളെയൊക്കെ ഇവിടെ സ്ഥാപിക്കുക, ആ നന്മകളെല്ലാം സംരക്ഷിക്കുക. അതാണ് ദീനിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. ഇനി മറുവശത്ത് നോക്കുക, വഹറമ റിബ വസാഇൽ ഉഖൂദിൽ ഫാസിദ, പലിശ പാടില്ല എന്ന് പറഞ്ഞു, കൈക്കൂലി പാടില്ല, വ്യഭിചാരം പാടില്ല, കൊള്ളലാഭങ്ങൾ പാടില്ല, തെറ്റായ സമ്പാദ്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. എന്താ അതുകൊണ്ട് പാടില്ല പറയാൻ കാരണം? അതുവഴി കുറെ ദോഷങ്ങൾ വരാനുണ്ട്. മോട്ടിക്കാൻ പോയാലും ഒരാൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, മദ്യപിച്ചാലും ഒരാൾക്ക് തൽക്കാലം ഒരു ആശ്വാസം കിട്ടുമല്ലോ, എന്നിട്ടും അത് പാടില്ല പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ ഒരുപാട് ദോഷങ്ങൾ അതുവഴി വ്യക്തികൾക്കുണ്ട്, സമൂഹത്തിനുണ്ട്. ആ ദോഷങ്ങളെ പരിഗണിച്ചു. അതുകൊണ്ട് ആ ദോഷമില്ലാതാകാൻ ഈ കാര്യം പാടില്ല എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അത് ഹറാമാണ് എന്ന് പറഞ്ഞു. അനുവദിച്ച വേഷവിധാനങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, അതേപോലെ വിവാഹങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ട് അനുവദിച്ചു? അതിൽ കുറെ മസ്ലഹത്തുകളുണ്ട്, കുറെ നേട്ടങ്ങൾ അതുവഴി ലഭിക്കാനുണ്ട്. എന്നാൽ ദോഷമായ ഭക്ഷണങ്ങൾ പാടില്ല, ശവം ഭക്ഷിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, ചില വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, ചില വിവാഹങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞു. സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല, മാതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല, സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്താ അപ്പം അതുകൂടെ അനുവദിച്ചാൽ? മറ്റൊരാളുടെ മോളെ കെട്ടാൻ പറ്റുമെങ്കിൽ അവനാനെ മോളെ കെട്ടിക്കൂടെ എന്ന് വേണ്ടി ചിന്തിച്ചൂടെ? പക്ഷേ ആ വിവാഹം അനുവദിച്ചാൽ അതിൽ വേറെ കുറെ ദോഷങ്ങൾ വരാനുണ്ട്. ആ ദോഷങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇതൊന്നും പാടില്ല എന്ന് അല്ലാഹു തആല നിശ്ചയിച്ചു. ശവം ഭക്ഷിക്കാൻ പാടില്ല, അറുത്താതെ തിന്നാം, ചത്ത തിന്നാൻ പാടില്ല. മക്കത്തെ മുസ്ലിംകൾ നബിയെ പരിഹസിച്ചിരുന്നു. എന്താ ഇപ്പം മുഹമ്മദ് പറഞ്ഞത്? നമ്മൾ അറുത്താ തിന്നാം, നമ്മൾ കാരണമായി ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ തിന്നാൻ പറ്റും, പഠിച്ചോ ഒന്നിനെ കൊന്നാലോ തിന്നാൻ പാടില്ല എന്നവർ പരിഹസിച്ചിരുന്നു. മുഹമ്മദിന്റെ വാദവും പഠിച്ചോൻ്റെ ആളാണ്. പക്ഷെ അല്ലാഹ് കൊന്നാൽ തിന്നാൻ പറ്റൂല, നമ്മൾ കൊന്നാൽ തിന്നാൻ പറ്റും ചെയ്യും. ഇതെന്തു ന്യായമാണെന്ന് പറഞ്ഞ് യുക്തി കൊണ്ടവരെന്ന് വിമർശിച്ചു. പക്ഷെ എന്താണ് ശവം ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ലാഹ് നമ്മൾ അറുത്താ ഭക്ഷിക്കാൻ പറ്റുന്ന അനുവദിച്ചത്? ചില ജീവികൾ തിന്നാൻ പാടില്ല, ചില ജീവികൾ തിന്നാൻ പറ്റും.
കോഴിയെ തിന്നാം, ആടിനെ തിന്നാം, പശുവിനെ തിന്നാം, പൂച്ചയെ തിന്നാൻ പറ്റൂല, നായെ ഭക്ഷിക്കാൻ പറ്റൂല. എന്താ അങ്ങനെയൊക്കെ വെച്ചത്? ചിലതിൽ മഫ്സദത്തുണ്ട്, ചില ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു അത് ഉപയോഗിക്കാവതല്ല, അത് ഭക്ഷിക്കാവതല്ല. ചിലത് തൊടാൻ പോലും പാടില്ല. തിന്നൽ മാത്രമല്ല, തൊട്ടാൽ പോലും ഗൗരവമാണ്. അതിൻ്റെ ദോഷം വർദ്ധിക്കുന്നതനുസരിച്ച് ആ ഗൗരവങ്ങൾ കൂടിക്കൂടി വരും. ഒബിൽ ജുംല ഫഅവാമിറു റബ്ബി ഖൂതുൽ ഖുലൂബി വഗിദാഉഹാ വനവാഹിഹി ദാഉൽ ഖുലൂബി വസുമൂമുഹാ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ച ഏതു കാര്യമെടുത്താലും അവാമിർ റബ്ബ്, റബ്ബിന്റെ അമ്രുകൾ, റബ്ബിന്റെ കൽപ്പനകൾ, അത് ഖൂതുൽ ഖുലൂബ്, കൽബിനുള്ള ഭക്ഷണമാണ്. അല്ലാഹ് അനുവദിച്ച കാര്യങ്ങൾ കൽബിന്റെ ഭക്ഷണമാണ്. അല്ലാഹ് വിലക്കിയ കാര്യങ്ങൾ അത് ദാഉൽ ഖുലൂബി വസുമൂമുഹാ, അത് കൽബിനുള്ള വിഷമാണ്, അതിനുള്ള രോഗമാണ്. അല്ലാഹ് ഹറാമാക്കിയത് കൽബിന് രോഗമാണ്, കൽബിന് വിഷമാണ്. അല്ലാഹ് കൽപ്പിച്ചത് കൽബിന് ഭക്ഷണമാണ്, കൽബിന് ശമനമാണ്. ഇതൊരു അടിസ്ഥാനമാണ്. ഇനി മറ്റു വിഷയത്തിൽ എടുത്താൽ അനന്തരാവകാശ നിയമങ്ങൾ. എന്തിനാ അങ്ങനെ വെച്ചത്? ഒരു വാപ്പ മരിച്ചാൽ മക്കൾക്ക് അവകാശമുണ്ട്, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട്, എന്നാൽ മറ്റുള്ളവർക്ക് അവകാശമില്ല. എന്താ അങ്ങനെ അനന്തരാവകാശ നിയമം വെച്ചത്? വസിയ്യത്തുകൾ, വഖഫുകൾ, അവനെ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി വഖഫ് ചെയ്യുക, അവനെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ വഖഫ് ചെയ്യുക മതത്തിന് വേണ്ടി. എന്തിനാ അത് നിശ്ചയിച്ചത്? ആ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകല്ലേ? അല്ല, അതിൽ കുറെ ഗുണങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ അല്ലാഹ് നിശ്ചയിച്ച ഏതെടുത്താലും ശരി, അതിന് മുഴുവനും ഈ തത്വത്തെ നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഇദാ തഅമ്മൽത ഹിക്മത്തൽ ബാഹിറ ഫീ ഹാദാ ദീനിൽ ഖവീം വൽ മില്ലത്തിൽ ഹനീഫിയ്യ വശരീഅത്തിൽ മുഹമ്മദിയ്യ. ഈ മതത്തിന്റെ അത്ഭുതങ്ങൾ, അവരുടെ ഹിക്മത്തുകൾ, വല്ലാത്ത അത്ഭുതകരമായ ഇത് തത്വങ്ങളെ നീ ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൻ്റെ പൂർണ്ണതയെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിൻ്റെ മേന്മയുടെ കാര്യങ്ങളെ, അതിൻ്റെ ബാഹുല്യത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല. എത്ര വലിയ ബുദ്ധിമാനും തൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അളന്നെടുക്കാൻ മാത്രമൊന്നുമല്ല, അതിലേറെ വലിയ അത്ഭുതങ്ങളാണ്, മേന്മകളാണ് ഈ നന്മക്ക് ഉള്ളത് എന്ന് കാണാൻ കഴിയും എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ബുദ്ധി തെളിയുന്തോറും ഈ മതത്തിൻ്റെ നന്മയെ, മേന്മയെ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ കഴിയും. അപ്പം അവന് ബോധ്യപ്പെടും ഈ ശരീഅത്ത് ഏറ്റവും കാമിലായ ശരീഅത്താണ്. ഇതിനേക്കാളും വലിയ, ഇതിനേക്കാൾ പരിപൂർണമായ, ഇതിനേക്കാൾ മഹത്വമായ മറ്റൊരു ശരീഅത്ത്, മറ്റൊരു നിയമം ലോകത്തില്ല. ഇസ്ലാമിന്റെ നിയമത്തേക്കാൾ നല്ലതെന്ന് പറയാൻ, ഇസ്ലാമിനേക്കാൾ മുന്തിയതാണെന്ന് പറയാൻ, ഇസ്ലാം പഠിപ്പിച്ച കാര്യത്തിനേക്കാൾ ഏറെ ഖൈറ് മറ്റൊന്നാണ് പറയാൻ പറ്റുന്ന ഒന്നും തന്നെ ലോകത്തില്ല. അങ്ങേയറ്റത്തെ കമാലിയത്ത് ഇതിൻ്റെ ഹിക്മത്തിൽ, ഇത് റബ്ബിന്റെ റഹ്മത്തിൽ, അവന്റെ പുണ്യത്തിൽ, എല്ലാത്തിലും നമുക്കത് കാണാൻ കഴിയും. അല്ലാഹു തആല എടുത്തു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ച് സംസ്കരിക്കുന്ന, കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന ഒരു നബിയെ അയച്ചത് വലിയ നിഅമത്താകുന്നു. അല്ലാഹു തന്നെ നിഅമത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. നബിയെ പറഞ്ഞത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അപ്പൊ ദീനല്ലാത്ത ഒന്ന് സ്വീകരിച്ചത് വഴികേടാണ്. ആ വഴികേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഇസ്ലാം എന്ന മതം മാത്രമാണ്. ഏറ്റവും കാമിലായ നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. ഏറ്റവും മഹത്വമേറിയ നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. അതിനേക്കാളും മെച്ചമായ, അതിനോട് കിടപിടിക്കുന്ന ഒരു നിയമവും തന്നെ ഇല്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്, വലൗലം യഅതി റസൂൽ ബിബുർഹാനിൻ അലൈഹാ ലകഫാ ബിഹാ ബുർഹാനൻ വശാഹിദ അലാ അന്നഹാ മിൻ ഇൻദില്ലാഹ്. നബി വന്നിട്ടില്ലെങ്കിൽ പോലും, ഒരു നബി വന്ന് ഇത് ദൈവീകമാണെന്നും ഇത് മഹത്വമാണ് എന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ മഹത്വം ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നബി വരികയും കൂടി ചെയ്താലോ പിന്നെ സംശയിക്കാനില്ല.
അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായികയാണ് ദീനിന്റെ മുഴുവൻ അസ്ലുകളും സ്ഥാപിതമായത് ജൽബുൽ മസ്വാലിഹി വദർഉൽ മഫാസിദി എന്ന തത്വത്തിലാണ്. എന്തെല്ലാം നന്മകൾ, ഏതെല്ലാം ഖൈറുകൾ മനുഷ്യർക്കുണ്ടോ, ലോകത്തിനുണ്ടോ, രാജ്യത്തിനുണ്ടോ, ആ ഖൈറുകളെ ഇസ്ലാം പരിഗണിച്ചിരിക്കുന്നു. ഏതെല്ലാം വശത്തൂടെ പോയാൽ ദോഷമുണ്ടോ, അത് വ്യക്തികളുടെ ദോഷമാകാം, കുടുംബത്തിന് ദോഷമാകാം, സമൂഹത്തിന് ദോഷമാകാം, രാജ്യത്തിന് ദോഷമാകാം, ലോകത്തിന് ദോഷമാകാം, ദുന്യാവിന് ദോഷമാകാം, ആഖിറത്തിന് ദോഷമാകാം. ഏതാണെങ്കിലും ആ ദോഷം വരുന്ന വഴിയെ ഇസ്ലാം അടച്ചിരിക്കുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ഉൾക്കൊണ്ടാൽ ഒരു കാലം ഹറാമാണെന്ന് മനസ്സിലായാൽ അത് ഒഴിവാക്കുമ്പോൾ വല്ലാത്ത സംതൃപ്തി ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ അറിയോ, എന്താ ഇപ്പം ഇതൊക്കെ, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് കാണാൻ പാടില്ല, ഇതെടുക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, എന്താ ഇപ്പം ഈ മതം ഇങ്ങനെ എന്ന് തോന്നിപ്പോകും. ഇതിൻ്റെ ഉത്കൃഷ്ടമായ തത്വങ്ങളെ, അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണത്. അല്ലെങ്കിൽ ഒരു കാര്യം പാടില്ല എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞു, അൽഹംദുലില്ലാ, എനിക്കതിൽ ഒരുപാട് ദോഷം ഉണ്ടാകും, അതുകൊണ്ട് റബ്ബത് പാടില്ല എന്ന് പറഞ്ഞാണ് സന്തോഷമായി. ദുന്യാവിൽ നമ്മളൊരാൾ ഒരു വാഹനം ഓടിച്ച് പോവുകയാണ്, നമ്മളൊരുത്തം പറഞ്ഞു ആ വഴിക്ക് പോകട്ടോ, അവിടെ ചെറിയൊരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വേറെ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വഴിക്ക് പോകും. അപ്പോൾ നമ്മൾ അയാൾ ചെയ്ത് വലിയ ഉപകാരമായി പോയി, അല്ലെങ്കിൽ ഞാൻ പോയി പെട്ടിരുന്നു എന്ന് പറയും. ദുന്യാവിൻ്റെ കാര്യം അങ്ങനെയാണ്. എങ്കിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു, ഇത് വിശ്വസിക്കാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, ആ വഴി ശരിയല്ല എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, എനിക്കറിയില്ലായിരുന്നു, തെറ്റായ വഴിക്ക് പോവുകയായിരുന്നു, എൻ്റെ റബ്ബിൻ്റെ കിതാബിലൂടെ, നബിയുടെ നാവിലൂടെ എനിക്ക് അറിയിച്ചു തന്നു. അൽഹംദുലില്ലാ, സന്തോഷത്തോടെ അത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു നിശ്ചയിച്ച ഏത് കൽപ്പനകളെയും സന്തോഷത്തോടെ സ്വീകരിക്കാനും കഴിയും, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതാണ് രണ്ടാമത്തെ കായിക. ഇനി ഇതിൻ്റെ അനുബന്ധമായി വരുന്നതാണ് മൂന്നാമത്തേത്, ഇതിൻ്റെ സബ്. ഇങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങളിൽ ദോഷവും ഉണ്ടാകും, ഗുണവും ഉണ്ടാകും. ചെയ്താൽ ഗുണമുണ്ട്, ചെയ്താൽ ചില ദോഷവുമുണ്ട്. അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഗുണമുണ്ട്, ചെയ്തില്ലെങ്കിൽ ദോഷവുമുണ്ട്. അപ്പം എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു സബ്ബായി വരുന്ന ഒരു വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫഇൻ തസാഹം അദദുൽ മസാലിഹി യുഖദ്ദമുൽ അഅ്ലാ മിനൽ മസാലിഹി. ഫഇൻ തസാഹം അദദുൽ മസാലിഹി യുഖദ്ദമുൽ അഅ്ലാ മിനൽ മസാലിഹി. മസ്ലഹത്തുകൾ ഒന്നിലേറെ പരസ്പരം ചേർന്ന് വന്നാൽ അതിൽ ഏറ്റവും അഅ്ല ഏതാണോ അതാണ് സ്വീകരിക്കേണ്ടത്. രണ്ട് മസ്ലഹത്തുകൾ വന്നു, രണ്ടും കൂടെ ഒപ്പം എടുക്കാൻ കഴിയില്ല. ഒന്നെടുത്താൽ അതില്ലാതാവും, അതെടുത്താൽ ഇതില്ലാതാവും. എങ്കിൽ ഏത് ചെയ്യണം? പ്രധാനമായി പള്ളി വന്നു, ഇഖാമത്ത് വിളിക്കാൻ 1/2 മിനിറ്റ് ബാക്കിയുള്ളൂ. സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളൊരു മസ്ലഹത്താണ്. സുന്നത്ത് നിസ്കരിക്കൽ ഒരു മസ്ലഹത്താണ്. പക്ഷെ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാലോ ഫർളിലെ ഇഹ്റാമും ആദ്യ ഭാഗവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അത് മറ്റൊരു മസ്ലഹത്താണ്. രണ്ടാലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ചെയ്യണം? സുന്നത്ത് കഴിഞ്ഞിട്ട് ഫർളിലേക്ക് വരണോ, ആ സുന്നത്ത് വേണ്ടെന്ന് വെച്ചിട്ട് ഫർളിൽ ആരംഭിക്കണമോ? ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇതാണ് ഒന്നിലേറെ മസ്ലഹത്തുകൾ പരസ്പരം ഒന്നിച്ച് കൊണ്ടുവന്നാൽ, തസാഹം എന്ന ഒന്നിന് മീതെ മറ്റ് മറികടന്ന് വരിക എന്നാണ്. ഒന്നിന് മീതെ മറ്റൊന്ന് മറികടന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യുഖദ്ദമുൽ അഅ്ലാ മിനൽ മസാലിഹി. അപ്പൊ മസ്ലഹത്തുകളിൽ ഏതാണോ അഅ്ല അത് മുന്തിക്കണം. ഈ രണ്ട് മസ്ലഹത്തിൽ ഏറ്റവും മുന്തിയത് ഏതാണോ, മികച്ച ഏതാണോ അതിനെയാണ് അപ്പോൾ മുന്തിക്കേണ്ടത്. ഇപ്പൊ ചെറിയത് വേണ്ട നോക്കുക, വലിയതിനെ പ്രാവർത്തികമാക്കുക. മറുവശം അങ്ങനെ തന്നെയാണ്. മഫ്സദത്തുകൾ വരാം. അതേപോലെ ഏതെങ്കിലും മഫ്സദത്ത് ഉണ്ടായേ പറ്റുള്ളൂ എങ്കിൽ അവിടെ ഏറ്റവും ചെറിയതാണ് എടുക്കേണ്ടത്. നന്മകളിൽ ഏറ്റവും വലിയതെടുക്കുക, തിന്മകളിൽ ഏറ്റവും ചെറിയതിനെ പ്രാവർത്തികമാക്കുക. വലുത് ഒഴിവാക്കാൻ വേണ്ടി ചെറുതെടുക്കുക, ചെറുത് ഒഴിവാക്കാൻ വേണ്ടി വലുതെടുക്കുന്നില്ല. നന്മകളിലോ വലുതെടുക്കാൻ വേണ്ടി ചെറുത് ഒഴിവാക്കുക, തിന്മകളിൽ വലുത് ഒഴിവാക്കാൻ വേണ്ടി ചെറുതെടുക്കുക, നന്മകളിൽ വലുത് ചെയ്യാൻ വേണ്ടി ചെറുത് ഒഴിവാക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു അസ്ല്. അതാണ് ഫൈൻ തസാഹം അദദുൽ മസാലിഹി. മസ്ലഹത്തിന്റെ എണ്ണങ്ങൾ പരസ്പരം മേൽക്കുമേലെ വന്നു കഴിഞ്ഞാൽ യുഖദ്ദമുൽ അഅ്ലാ മിനൽ മസാലിഹി. അതിൽ ഉന്നതമായത് ഏതാണോ, അഅ്ലയായത് ഏതാണോ അതിനെ മുന്തിക്കുകയാണ് വേണ്ടത്. അഥവാ ഇദാ ദാറൽ അംറു ബൈന ഫിഅലി
ഇഹ്ദൽ മസ്ലഹതൈനി, രണ്ട് മസ്ലഹത്തുകൾക്കിടയിൽ ഒരു കാര്യം നിൽക്കുകയാണ്. രണ്ടാൽ ഒന്നേ ചെയ്യാൻ കഴിയൂ, രണ്ടും കൂടെ ചെയ്യാൻ കഴിയില്ല. രണ്ടും കൂടെ ചെയ്യാൻ കഴിയുമെങ്കിലും സംശയമല്ല, രണ്ടും ചെയ്യണം. രണ്ടാൽ ഒന്നേ ചെയ്യാൻ കഴിയൂ. പരസ്പരം ജമ്മ് ചെയ്യാൻ കഴിയില്ല, രണ്ടും കൂടെ യോജിപ്പിക്കാൻ കഴിയുന്നില്ല. രണ്ടാൽ ഒന്നേ ചെയ്യാൻ കഴിയുകയുള്ളൂ എങ്കിൽ അക്ബറുൽ മസ്ലഹത്തൈൻ, ഈ രണ്ട് മസ്ലഹത്തുകളിൽ ഏറ്റവും വലിയതേതാണോ അതിനെ പരിഗണിക്കണം എന്നാണ്. ശൈഖ് വിശദീകരിക്കുന്നു, ഫഇൻ കാനത് ഇഹ്ദൽ മസ്ലഹതൈനി വാജിബ വൽ ഉഖ്റാ സുന്ന. ഉദാഹരണമായി ഒന്ന് വാജിബായതാണ്, മറ്റൊന്ന് സുന്നത്തായതാണ്. നിങ്ങൾ ഏതിനെ മുന്തിക്കണം? വാജിബിനെ മുന്തിക്കണം. ഖുദ്ദിമൽ വാജിബ്, വാജിബിനെ മുന്തിക്കുക, ആ സുന്നത്ത് തൽക്കാലം വേണ്ടെന്ന് വെക്കുക. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ പറയാം. ഫർള് നിസ്കാരമുണ്ട് ഇവിടെ, സുന്നത്ത് നിസ്കാരവും അപ്പുറത്തുണ്ട്. സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ ഫർളിൽ നമുക്ക് വീഴ്ചകൾ വരും. ഫർള് ചെയ്യാൻ നിന്നാൽ ആ സുന്നത്ത് ഒഴിവാകും ചെയ്യും. എങ്കിൽ ഖുദ്ദിമൽ വാജിബ്, വാജിബിനെ മുന്തിക്കുക, സുന്നത്ത് തൽക്കാലം വേണ്ട, നമുക്ക് വാജിബ് ആവാം. അല്ലെങ്കിൽ നിസ്കാരം സമയം കഴിയാൻ പോവുകയാണ്, നിസ്കാരം ഖളാ ആകാൻ പോവുകയാണ്, ഫർള് തന്നെയാണ് കട്ടത്തിൽ നിസ്കരിക്കാനുള്ള ഏതാനും മിനിറ്റേ ബാക്കിയുള്ളൂ, അപ്പോഴത്തേന് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കുക, അത് പറ്റൂല. അവിടെ ഫർള് നിസ്കരിക്കണം. കാരണം സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ ഈ ഫർള് നഷ്ടപ്പെട്ടു പോകും. എത്ര ചോദിച്ചാലും ഫിഖ്ഹിൽ കാണാം, അവിടെ ഒരു പക്ഷേ നിസ്കാരത്തിന് ഉള്ളിലെ സുന്നത്തുകൾ പോലും വേണ്ടെന്ന് വെക്കാം. വജ്ഹത്ത് ഓതാൻ നിൽക്കണ്ട, സൂറത്ത് ഓതാൻ നിൽക്കണ്ട, പ്രാർത്ഥനകൾ 3 വർഷം ചൊല്ലാൻ നിൽക്കണ്ട, ഒക്കെ മിനിമത്തിൽ ചെയ്തുകൊണ്ട് സമയത്തിനുള്ളിൽ ആ ഫർള് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അതാണ് വേണ്ടത്. അപ്പോൾ കിട്ടുന്നു, നേരെ ഫാത്തിഹ ഓതുന്നു. വജ്ഹത്ത് ഓതാൻ കണ്ട് ഫാത്തിഹയ്ക്ക് സമയം കിട്ടാതായാൽ അത് നഷ്ടമാണ്. ഫാത്തിഹ ഓതി സൂറത്ത് വേണ്ടാക്കുന്നു. അങ്ങനെ ആ സമയത്തിനുള്ളിൽ ഫർള് ചെയ്തു തീർക്കാൻ അവൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഈ തത്വമാണ്. ഒന്നിലേറെ മസ്ലഹത്തുകൾ ഒന്നിച്ചു വരുന്നു, എന്നാൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിൽ ഖുദ്ദിമൽ അഅ്ലാ മിനൽ മസാലിഹി, ആ മസ്ലഹത്തുകളിൽ അഅ്ലയാണ് മുന്തിക്കേണ്ടത്. ഇനി രണ്ടും വാജിബാണെങ്കിലോ അങ്ങനെ വരാമല്ലോ, രണ്ട് വാജിബ് എങ്കിൽ ഖുദ്ദിമ ഔജബുഹുമാ, അതിൽ കൂടുതൽ വാജിബ് ഏതാണോ അതിനെ മുന്തിക്കണം. നമ്മൾ പള്ളിയിൽ മയ്യിത്ത് നിസ്കരിക്കാൻ ഇവിടെ വന്നതാണ്, ഇവിടെ വന്ന് നോക്കുമ്പോൾ അടുത്ത ബാങ്ക് വിളിക്കാൻ 5 മിനിറ്റേ ബാക്കിയുള്ളൂ. നമ്മളാണ് ളുഹ്ർ നിസ്കരിച്ചിട്ടില്ല. മയ്യിത്ത് നിസ്കരിക്കാൻ നിന്നാൽ ളുഹ്ർ പോകും, ളുഹ്ർ നിസ്കരിക്കാൻ നിന്നാൽ ചിലപ്പോൾ മയ്യിത്ത് നിസ്കാരം പോകും. രണ്ടും ഫർളാണല്ലോ. പക്ഷെ ഒന്ന് ഫർള് ഐനാണ്, മറ്റൊന്ന് ഫർള് കിഫായയാണ്. ളുഹ്ർ നമ്മൾ തന്നെ നിസ്കരിക്കണം. മയ്യിത്ത് ആര് നിസ്കരിച്ചാലും ബാധ്യത കൂടും എങ്കിൽ അവിടെ മയ്യിത്ത് നിസ്കരിക്കാൻ നിൽക്കല്ല വേണ്ടത്, ളുഹ്ർ നിസ്കരിക്കാം. അതിന് ശേഷം മയ്യിത്ത് നിസ്കരിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കാം, ഇല്ലേ വേണ്ട, അത് മറ്റൊന്ന് നിസ്കരിച്ചാൽ തന്നെ എൻ്റെ ബാധ്യത വീടി, ഇത് ഞാൻ തന്നെ ചെയ്തെങ്കിലേ ബാധ്യത വീടും. അപ്പൊ രണ്ടും വാജിബാണെങ്കിൽ ഖുദ്ദിമ ഔജബുഹുമാ, ഈ രണ്ട് വാജിബുകളിൽ കൂടുതൽ നിർബന്ധമുള്ള ഏതാണോ അതിനെ മുന്തിക്കണം. ഫയുഖദ്ദമു സ്വലാത്തുൽ ഫർളി അലാ സ്വലാത്തിൻ നദ്രി വനഹ്വിഹാ, ഫർളായ നിസ്കാരം, നേർച്ചയാക്കിയ മറ്റൊരു നിസ്കാരം. അപ്പൊ നേർച്ചയാക്കിയ നിസ്കാരം നിർബന്ധമാണ്, ഫർളായ നിസ്കാരം നിർബന്ധമാണ്. രണ്ടും കൂടെ ചെയ്യാൻ സാഹചര്യം അനുവദിക്കുന്നില്ല എങ്കിൽ നേർച്ചയാക്കിയതല്ല ചെയ്യേണ്ടത്, അല്ലാത്തതാണ് ചെയ്യേണ്ടത്. അപ്പൊ നേർച്ചയാക്കിയതിന് പകരം കഫാറത്ത് എന്താണോ, പ്രായശ്ചിത്തം എന്താണോ അതിലേക്ക് പോകേണ്ടി വരും. ഒരാള് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, കുടുംബങ്ങളുണ്ട് അവർക്ക് ചെലവിന് കൊടുക്കണം, അതേപോലെ അയാൾ ആശ്രയിക്കുന്ന മറ്റു പലരുമുണ്ട് അവർക്കും ചെലവിന് കൊടുക്കണം. എന്നാൽ ആകെ ഒരാൾക്ക് കൊടുക്കാതെ അയാൾക്ക് കൈവശമുള്ളൂ. എന്ത് ചെയ്യും? ഒന്നാമത്തെ ബാധ്യത ഭാര്യക്കാണ്, ഭാര്യ കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അടുത്തിലേക്ക് പോകും, അത് കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ആളിലേക്ക് പോകും. ഇവിടൊക്കെ ഇതെല്ലാം വാജിബാണ്. പക്ഷേ അവിടെ സുമ്മൽ അഖ്റബു ഫൽ അഖ്റബ്, ഏറ്റവും അടുത്തവർ പിന്നടുത്തവർ പിന്നടുത്തവർ, ആ നിലക്കാണ് മുന്തിക്കേണ്ടത്. ഇനി രണ്ടും സുന്നത്താണെങ്കിലും, രണ്ടും മസ്ലഹത്ത് വന്നു, രണ്ടും സുന്നത്താണ് എങ്കിൽ അതിൽ കൂടുതൽ ബലപ്പെട്ട സുന്നത്ത് ഏതാണോ അതിനെ മുന്തിക്കണം. ഉദാഹരണമായി റവാത്തിബ് നിസ്കാരം, ഫർളിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം, മറ്റ് സുന്നത്തായ നിസ്കാരങ്ങൾ, ഇപ്പോൾ തഹിയ്യത്തുമുണ്ട് റവാത്തിബുമുണ്ട്. രണ്ടും കൂടെ നിസ്കരിക്കാൻ സമയമില്ല, ഇതേ ഒന്ന് ചെയ്യാനേ കഴിയുള്ളൂ. അപ്പോൾ റവാത്തിബിനെ മുന്തിക്കുക. റവാത്തിബുമുണ്ട്, അല്ലാത്ത സുന്നത്ത് നിസ്കാരവുമുണ്ട്, റവാത്തിബിനെ മുന്തിക്കുക. ചിലത് ജമ്മ് ചെയ്യാൻ പറ്റും,
ഒറ്റ നെയ്യത്ത് രണ്ടും കിട്ടുന്നുണ്ടാവും. അപ്പൊ രണ്ടും നിസ്കരിക്കാം. ഇങ്ങനെ വരുന്നിടത്ത് രണ്ട് സുന്നത്തുകൾ ഏറ്റുമുട്ടുമ്പോൾ അതിൽ കൂടുതൽ സുന്നത്തായത് ഏതാണോ, കൂടുതൽ ശക്തമായത് ഏതാണോ അതിനെ മുന്തിക്കണം, അല്ലാത്തതിനേക്കാളേറെ. ഇനി ചിലതിൽ എനിക്ക് മാത്രം ഗുണമുള്ളത്, മറ്റൊന്ന് മറ്റുള്ള ഗുണമുള്ളതാണ് എങ്കിൽ അതിനെ മുന്തിക്കണം. നമുക്ക് മാത്രം നേട്ടമുള്ളൊരു കാര്യം മറ്റൊരു കാര്യം ചെയ്താൽ എനിക്കും നേട്ടമുണ്ട്, എന്നെ കൊണ്ട് വേറെ ഗുണമുണ്ട് എങ്കിൽ അയാൾക്കൊരു ഗുണമുള്ളതിനെയാണ് അയാൾ മുന്തിക്കേണ്ടത്. അപ്പൊ അയാൾക്ക് മാത്രമുള്ളത് തൽക്കാലം വേണ്ടെന്ന് വെക്കുക. എന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി ഗുണം ലഭിക്കുന്നതിനെ അയാൾ മുന്തിക്കുകയാണ് വേണ്ടത്. ഉദാഹരണമായി ദീനു പഠിപ്പിക്കുന്നു. ഇവിടുത്തെ ഞാൻ ക്ലാസ്സിൽ കാണുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സുന്നസ്കരിക്കുകയാണ്. സുന്നസ്കരിക്കൽ ഖൈറല്ലേ? ഖൈറാണ്. ദീനു പഠിപ്പിക്കലോ? അതും ഖൈറാണ്. നിസ്കരിക്കാനിരുന്നാൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് മാത്രമാണ്. എന്നാ ഒരു മസല പഠിപ്പിച്ചു കൊടുത്താലോ? പഠിപ്പിച്ചാക്കും ഗുണമാണ്, കേൾക്കുന്നാക്കും ഗുണമാണ്. ഇന്നത്തെ സംവിധാനത്തെ റെക്കോർഡ് ചെയ്യുമ്പോന്നുണ്ടെങ്കിൽ അത് പിന്നെ കാലങ്ങളോളം ഒരു പക്ഷേ ഗുണമുണ്ടാകും. അപ്പൊ ആകെ അയാൾക്ക് രണ്ടിനും കൂടി സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഏത് ചെയ്യണം? ആ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതിനെ അയാൾ മുന്തിക്കുക. അതാണ് ഇവിടെ വേണ്ടത്. അതേപോലെ ഒരു കുടുംബക്കാരന് കൊടുക്കണോ സ്വതക്ക, ഒരു അന്യന് കൊടുക്കണോ സ്വതക്ക, അത് കുറച്ചേ ഉള്ളൂ, രണ്ടാൾക്കും കൊടുക്കാൻ മാത്രമില്ല. ഒരു കുടുംബത്തിന് പ്രയാസപ്പെടുന്ന ആളുണ്ട്, ഏതോ പരിചയമില്ലാത്ത മറ്റൊരു മനുഷ്യനുണ്ട്, ഈ കുടുംബക്കാരനെ മുന്തിക്കണം. അതാണ് കൂടുതൽ അർഹതപ്പെട്ടത്. ഇങ്ങനെ എല്ലാത്തിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ തിരിച്ചു വന്നേക്കാം. ചില സന്ദർഭത്തിൽ അഫ്ളലായ അമലിനെ തൽക്കാലം മാറ്റിവെച്ച് താരതമ്യേന അതിനേക്കാൾ ഫദല് കുറഞ്ഞ മഫ്ളൂലായതിനെ മുന്തിക്കേണ്ടി വരാം ചില ഘട്ടങ്ങളിൽ. ഫാദിലിനേക്കാൾ മഫ്ളൂലിനെ, കൂടുതൽ ശ്രേഷ്ഠമായതിനേക്കാൾ താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞതിനെ ഒരു പക്ഷേ മുന്തിക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം, ചില പ്രത്യേകമായ കാരണങ്ങളാൽ. എല്ലായ്പ്പോഴുമല്ല, പ്രത്യേകമായ കാരണങ്ങളാൽ. ഉദാഹരണമായി അഫ്ളലായൊരു അമലുണ്ട്, അത്ര തന്നെ അല്ലാത്ത മറ്റൊന്നുമുണ്ട്. പക്ഷേ ഈ താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞ ഒന്ന് ഈ സമയത്ത് പ്രത്യേകം സുന്നത്തായതാണ്. ആ സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു, അപ്പൊ അതിനെ മുന്തിക്കേണ്ടത്. ഇപ്പൊ നിസ്കാരത്തിന് സലാം വീട്ടിയാൽ ദിക്റുകളുണ്ട്. ഒരുത്തമ്പഴ ദിക്റിനേക്കാളും വലിയ ഖുർആൻ ഓത്തല്ലേ, അവിടെ ഞാൻ സലാം വീട്ടിയാൽ ഖുർആൻ ഓതേണ്ടതാണ്. ശരിയാണല്ലോ, ഖുർആൻ ഓതലല്ലേ ദിക്റിനേക്കാളും വലുത്. പക്ഷെ നിസ്കാരം കഴിഞ്ഞാൽ ഉള്ള ദിക്റ് അപ്പോഴേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പരിചയപ്പെട്ട് സൗകര്യപ്പെട്ട് ചെല്ലാൻ കിട്ടുന്നല്ലോ. അപ്പൊ ആ സന്ദർഭത്തിൽ അത് പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോൾ രണ്ടും അമൽ എന്നതിലേക്ക് പരിഗണിക്കുമ്പോൾ ഖുർആനോത്ത് മേലെയാണ്. പക്ഷേ ഇവിടെ മുന്തിക്കേണ്ടത് ഖുർആനോത്തല്ല, ഈ പറയപ്പെട്ട ദിക്റുകളെ ആകുന്നു. അതേപോലെ പ്രത്യേക സ്ഥലത്ത് നിശ്ചയിച്ചിട്ടുണ്ടാകും, അത് അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എത്തുമ്പോൾ അത് ചെയ്യണം. അവിടെ അഫ്ളലിനേക്കാളേറെ മഫ്ളൂലായ കാര്യത്തിന് ഒരു പക്ഷേ മുന്തിക്കേണ്ടി വന്നേക്കാം. അതേപോലെ നേരത്തെ പറഞ്ഞത് ഇവന് മാത്രം ഗുണം കിട്ടുന്നതാണ്, എന്നാൽ അത് അഫ്ളലായ കാര്യമാണ്. മറ്റത്ര തന്നെ ഫദലുള്ളതല്ല, വേറെ ഒരുപാട് ആൾക്ക് ഖൈറ് കിട്ടും എങ്കിൽ അതിനെ മുന്തിക്കണം. അവിടെ അതാണ് തത്വം. അതേപോലെ ചിലതൊരു പക്ഷേ കൂടുതൽ ഖൽബിന് ഗുണമുള്ളതുണ്ടാവും. ശ്രേഷ്ഠത നോക്കുമ്പോൾ മറ്റേക്കാൾ താഴെയാണ്. ചെയ്താൽ നമ്മുടെ തഖ്വ കൂടാനും ഈമാൻ വർദ്ധിക്കാനും നമുക്ക് തർബിയത്ത് കിട്ടാനും എല്ലാം ഒരു പക്ഷെ ഇതായിരിക്കും നിമിത്തമാവുക. എങ്കിലും അതിനെ മുന്തിക്കാം. ഇമാം അഹമ്മദിനോട് ചോദിക്കുന്നുണ്ട് ചില അമലുകളൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതിൽ ഏതാണ് ഞാൻ മുന്തിക്കേണ്ടത്? അതേ കൊടുത്ത മറുപടി, നിന്റെ കൽബിന് കൂടുതൽ മസ്ലഹത്ത് ഏതാ നോക്ക്, അത് നീ ചെയ്തു വന്നു. നിന്റെ കൽബിന് ഏതാണോ കൂടുതൽ മസ്ലഹത്ത്, ചിലപ്പോൾ ഖുർആൻ ഓതലാകും, ചിലപ്പോൾ ദിക്റുകളാകും, ചിലപ്പോൾ ദുആ ആകും, ചിലപ്പോൾ അതൊന്നും ആവില്ല, ഒരു ഉമ്മാനെ നോക്കി ഉമ്മാനെ കൂടെ ഇരിക്കലായിരിക്കും, ചിലപ്പോൾ ഇൽമിന്റെ മത്സരത്തിൽ പോയി പങ്കെടുക്കലായിരിക്കും, ചിലപ്പോൾ നല്ല മനുഷ്യനെ കൂടെ ഒരു 10 സഹവസിക്കാൻ അവസരം കിട്ടി, അതായിരിക്കും വലിയൊരു ഖൈറ്. ഒരു 10 പള്ളിയിരിക്കുന്നതിനേക്കാൾ ഖൈറ് അയാളെ കൂടെ 10 ഇരുന്നാൽ അയാൾക്ക് നല്ല കുറേ ഉപദേശങ്ങൾ കിട്ടും. അയാളെ കൂടെ സഹവസിച്ചാൽ നമ്മുടെ ഈമാൻ കൂടാൻ നിമിത്തമാകും. അപ്പോൾ അതിലേക്ക് പക്ഷേ അയാൾ മുൻതൂക്കം കൊടുക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങളാൽ ചിലപ്പോൾ അഫ്ളലിനേക്കാൾ ഫാദിലിനേക്കാൾ മഫ്ളൂലിനെ മുന്തിക്കേണ്ടി വന്നേക്കാം. എന്നാൽ പൊതുവായി പറയുമ്പോൾ മസ്ലഹത്തുകൾ ഒന്നിച്ചു വരുമ്പോൾ
മസ്ലഹത്തുകൾ അയലയായതിനെയാണ് മുന്തിക്കേണ്ടത് എന്നാണ് അടിസ്ഥാന തത്വം. ചില സന്ദർഭങ്ങളിൽ അതിനെ മറികടന്നുകൊണ്ട് അയലയേക്കാൾ അതിനെയായതിനെ മുന്തിക്കേണ്ടി വന്നേക്കാം. അത് ഇതിനെ കൂട്ടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതായിരുന്നാലും രണ്ടാമത്തെ ഖായിദയായി പഠിപ്പിച്ചത് ദീന് മൊത്തം സ്ഥാപിതമായത് മസ്ലഹത്തുകളെ സ്ഥാപിക്കാനും സംരക്ഷിക്കാനും മഫ്സദത്തുകളെ ഇല്ലാതാക്കാനുമാകുന്നു. അവിടെ എവിടെ മഫ്സദത്തുണ്ടോ അത് വേണ്ടാന്ന് മതം പറയും, എവിടെ മസ്ലഹത്തുണ്ടോ അത് വേണമെന്ന് മതം പറയും. മതത്തിൽ നിശ്ചയിക്കപ്പെട്ട എല്ലാ നന്മ കൽപ്പനകളും നന്മ അധിഷ്ഠിതമാണ്. മതം വിരോധിച്ച എല്ലാ കാര്യങ്ങളും അതിൽ തിന്മയുണ്ട്, ദോഷമുണ്ട് എന്നതിനാലാണ് മതം വിരോധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പം മതം ജീവിതത്തിൽ പാലിക്കുന്നിടത്ത് വലിയ നേട്ടങ്ങൾ, വല്ലാത്ത സംതൃപ്തികൾ, വല്ലാത്തൊരു ഒരു ആത്മനിർവൃത്തി എല്ലാം അതിലൂടെ വന്നു ചേരും. ഉൾക്കൊണ്ടുകൊണ്ട് മതം ജീവിതത്തിൽ പാലിക്കാൻ കഴിയും. അത് വല്ലാത്ത സന്തോഷമായി ഒരു മാറും. മതം ഭാരമാവുകയില്ല. അല്ലെങ്കിൽ മതം ഭാരമായി അനുഭവപ്പെടുകയും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി മനമില്ലാ മനസ്സോടെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് രണ്ടാമത്തെ ഖായിദ. ധാരാളം മസ്അലകൾ, ലക്ഷക്കണക്കായ മസ്അലകൾ ഈ ഖായിദയുടെ അടിസ്ഥാനത്തിൽ മതത്തിൽ ഉണ്ടതാനും ആ നിലക്ക് ഉൾക്കൊള്ളുക. അടുത്തത് ഇതിന് മറുവശമാണ്. തിന്മകൾ പരസ്പരം തസാഹുമായി വന്നാൽ, ദോഷങ്ങൾ പരസ്പരം ഒന്നിനു മീതെ ഒന്നായി വന്നാൽ ഏതിനെയാണ് മുന്തിക്കേണ്ടത് എന്നതാണ് ഇനി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമുക്ക് ആ ഭാഗം എടുക്കാം. എന്താണെങ്കിലും ദീനിൻ്റെ അസ്ല് മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.